അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളായ നാമും നമ്മുടെ മക്കളും ഒരുപോലെ എന്നും ഓതിക്കൊണ്ട് വരേണ്ട ഒരു ചെറിയൊരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. ചെറിയൊരു ദിക്ർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ദിക്ർ ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ മക്കൾക്കായാലും നമുക്കായാലും നല്ല അറിവ് കിട്ടണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരണം, നല്ല പാരത്രികവും ഭൗതികവുമായ നല്ല അറിവ് കിട്ടി നല്ല ഉന്നതിയിലെത്തണമെന്ന് നാം ആഗ്രഹിക്കുന്നതാണ്, നമ്മളെ മക്കളായാലും ആഗ്രഹിക്കുന്നതാണ്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നാം ഈ ഒരു ദിക്ർ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരാം. ഇൻഷാ അല്ലാഹ് നമുക്കതിനെക്കുറിച്ച് പറയാം. ഈ ഒരു ദിക്ർ അതിമഹത്താക്കപ്പെട്ട ഒരു ദിക്റാണ്. നമ്മൾ മക്കളായാലും നാമായാലും മാതാപിതാക്കളായാലും സ്ഥിരമായി ചൊല്ലിക്കൊണ്ട് വരേണ്ട ഒരു ദിക്റാണ്, ഒരു ഇസ്മാണ് ഈ പറയപ്പെടുന്നത്. ഈ ഒരു ഇസ്മ ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നല്ല വിദ്യാഭ്യാസവും നല്ല സമ്പന്നരായി കാണാൻ വേണ്ടി നാം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിനു വേണ്ടിക്ക് നമുക്ക് ചൊല്ലാവുന്ന ഒരു ദിക്റാണ് എന്ന് പറയുന്നത്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ അലീം യാ അല്ലാ എന്നൊരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾ ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മക്കൾ നല്ല അറിവുള്ളവരും നല്ല വിദ്യാഭ്യാസമുള്ളവരുമായി തീരുന്നതാണ്. അപ്പോൾ ഈ ഒരു ദിക്ർ ചൊല്ലേണ്ട സമയം എന്ന് പറയുന്നത് നോക്കാം. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ അലീം യാ അല്ലാ എന്ന് പറയുന്നത് അറിവുള്ളവൻ, സർവജ്ഞൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഒരു ഇസ്മ നാം സുബ്ഹിക്ക് ശേഷമോ സുബ്ഹിക്ക് മുൻപോ 150 വട്ടം 150 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്യുക. ഇസ്മ ചൊല്ലുകയാണെങ്കിൽ അവന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അറിവ് ലഭിക്കുകയും അവൻ വിജ്ഞാനമുള്ളവനായി മാറുകയും ചെയ്യുന്നതാണ്. മാതാപിതാക്കൾ ചൊല്ലേണ്ട സമയം എന്ന് പറയുന്നത് സുബ്ഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് കഴിയുന്ന ഏതെങ്കിലും ഒരു നമസ്കാര ശേഷം 150 തവണ ചൊല്ലേണ്ടതുണ്ട്. വിദ്യാർത്ഥികളായ കുട്ടികൾ ചൊല്ലേണ്ടത് സുബ്ഹിക്ക് ശേഷമോ സുബ്ഹിക്ക് മുമ്പോ ആയിട്ട് 150 തവണ ദിവസവും ഈ ഒരു ദിക്ർ ചൊല്ലുക. ഇന്ന് വരെ അറിയാത്തവരാണെങ്കിൽ ഇന്നു മുതൽ നാം ചൊല്ലി തുടങ്ങുക. ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കൾ നല്ല അറിവുള്ളവരും നല്ല അറിവിന് വിജ്ഞാനം നേടിയെടുത്ത് നല്ല നിലയിലെത്താൻ വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയാണല്ലോ നാം പഠിപ്പിക്കുന്നത്, മക്കളെ നല്ല നിലയിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ചെറിയൊരു ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കൊണ്ടുവരിക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത വീഡിയോയിൽ കാണാം.